വെൽക്കം ടു ഫ്രീ ട്യൂബ് ലേണർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 9 എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ ഉള്ളത് സോൾവ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 11th ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ 11th ക്വസ്റ്റ്യൻ ഈസ് എ TV tower stands vertically on a bank of a canal. From a point on the other bank directly opposite the tower, the angle of elevation of the top of the tower is 60 degree. From another point 20 meter away from the point on the line joining this point to the foot of the tower, the angle of elevation of the top of the tower is 30 degree. Find the height of the tower and width of canal. The question നൽകിയിട്ടുള്ള ഫിഗർ ആണ്. ഇവിടെ ആംഗിൾ ഡി ആൻഡ് ആംഗിൾ സി 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി ആണ്. ആൻഡ് ഡി സിയുടെ ലെങ്ത് 20 മീറ്റർ എന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് കനാലിൻ്റെ വിഡ്ത്തും ടവറിൻ്റെ ഹൈറ്റും ആണ് അറിയേണ്ടത്. കനാലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് CB ആണ്. അതുപോലെ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് AB ആണ്. ഈ ഗ്രീൻ കളറിൽ വരച്ചിട്ടുള്ളതാണ് ടവർ. സോ ആദ്യം നമുക്ക് ഈ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യണം. ഇൻ ട്രയാങ്കിൾ ABC ഇവിടെ ആംഗിൾ C എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ ACB ഈ 60 ഡിഗ്രി. AB-യുടെയോ CB-യുടെയോ മെഷർമെൻറ്റ്സും തന്നിട്ടില്ല, പക്ഷെ നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും AB ആൻഡ് CB ഇൻവോൾവ് ചെയ്യുന്ന ട്രിഗ്നോമെട്രി റേഷ്യോ എന്ന് പറയുന്നത് tan ആണ്, ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ 60. സോ tan ഓഫ് 60 ഈസ് ഈക്വൽ ടു AB ബൈ BC. വി നോ tan 60 എന്ന് പറയുന്നത് √3 ആണ്. സോ √3 ഈക്വൽ ടു AB by BC. Hence we can write that AB equal to √3 BC എന്ന് എഴുതാം. Let this be equation 1. ഇത് ഞാൻ ഇക്വേഷൻ 1 എന്ന് എഴുതിയിട്ടുണ്ട്. AB is equal to √3 BC. ഇനി നമുക്ക് ട്രയാങ്കിൾ ABD കൺസിഡർ ചെയ്യാം. സോ ഇൻ ട്രയാങ്കിൾ ABD ഇവിടെ BD എന്ന് പറയുന്ന സൈഡ് BC പ്ലസ് CD ആണ്. CD നമുക്കറിയാം 20 മീറ്റർ ആണ്. സോ DC എന്ന് പറയുന്നത് അല്ലെങ്കിൽ CD എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ആൻഡ് BD ഈസ് BC പ്ലസ് DC. BD ഈക്വൽ ടു DC, അതായത് 20 പ്ലസ് BC ആണ്. സോ ഇൻ ട്രയാങ്കിൾ ABD ഇവിടെ ആംഗിൾ D എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. സോ നമുക്ക് tan ഓഫ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് AB ആണ്, AB ബൈ BD. ഓൾറെഡി എഴുതിയിട്ടുണ്ട്. BD എന്ന് വെച്ചാൽ DC പ്ലസ് BC ആണ്. DC എത്രയാണ്? 20. സോ നമുക്ക് BD എന്ന് പറയുന്നത് DC, അതായത് 20 പ്ലസ് BC എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു AB ബൈ 20 പ്ലസ് BC ഈസ് ഈക്വൽ ടു tan 30യുടെ വാല്യൂ എത്രയാണ്? 1/√3 ആണ്. സോ AB ബൈ 20 പ്ലസ് BC ഈക്വൽ ടു 1/√3 എന്ന് കിട്ടി. ഫർദർ സോൾവിങ് ദിസ്, √3 AB ഈക്വൽ ടു 20 പ്ലസ് BC എന്ന് ലഭിച്ചു. ആൻഡ് വി നോ AB ഈക്വൽ ടു √3 BC ആണ്. സോ ഇവിടെ ABക്ക് പകരം ഞാൻ √3 BC ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഐ വിൽ ഗെറ്റ് √3 into √3 BC equal to 20 plus BC. അതായത് 3 BC equal to 20 plus BC. സോ BC ഇപ്പുറത്ത് വരുമ്പോൾ 3 BC minus 1 BC, അതായത് 2 BC equal to 20 എന്ന് കിട്ടി. ദാറ്റ് ഈസ് BC. BC എന്ന് പറയുന്നത് കനാലിൻ്റെ വിഡ്ത്താണ്. BC equal to 10 മീറ്റർ എന്ന് ലഭിച്ചു. സോ കനാലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് BC ആണ്, ദാറ്റ് ഈസ് 10 മീറ്റർ. ആൻഡ് AB ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു BC ആണ്. അതായത് ടവറിൻ്റെ ഹൈറ്റ് AB എന്ന് പറയുന്നത് √3 ഇൻറ്റു BC വിച്ച് ഈസ് 10√3 മീറ്റർ. സോ ടവറിൻ്റെ ഹൈറ്റ് 10√3 മീറ്റർ എന്നും കനാലിൻ്റെ വിഡ്ത്ത് 10 മീറ്റർ എന്നും നമുക്ക് ലഭിച്ചു. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 12. From the top of a 7 meter high building, the angle of elevation of the top of a cable tower is 60 degree.
and the angle of depression of its foot is 45 degree. Determine the height of the tower. സോ എ ബി എന്ന് പറയുന്നത് ഒരു 7 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിംഗ് ആയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എ ബി ആണ് ബിൽഡിംഗ്. ആൻഡ് ഒരു കേബിൾ ടവർ ഉണ്ട്, ദാറ്റ് ഈസ് സിഇ ആണ് കേബിൾ ടവർ. സോ ഈ എ ബി എന്ന് പറയുന്ന 7 മീറ്റർ ഹൈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നും കേബിൾ ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സോ ദിസ് ഈസ് 60 ഡിഗ്രി. അതുപോലെ തന്നെ കേബിൾ ടവറിൻ്റെ ഫുട്ടിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന് നൽകിയിട്ടുണ്ട്. ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. വി ഹാവ് ടു ഡിറ്റർമൈൻ ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിൻ്റെ ഹൈറ്റ് സിഇ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് എ ബിയുടെ മെഷർമെൻ്റ് ഉണ്ട്. എ ബി ഈസ് 7 മീറ്റർ and angle DAC is 45 degree and angle EAD is 60 degree. ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് മനസ്സിലായി. എ ബിയും സി ഡിയും ഈക്വൽ ആണ്. ആൻഡ് ഓൾസോ എ ഡി ഈസ് ഈക്വൽ ടു ബി സി. എ ഡി ഈസ് ഈക്വൽ ടു ബി സി. അതുപോലെ ആംഗിൾ ഡി എ സി എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. ടോട്ടൽ 90 ഡിഗ്രിയിൽ നിന്നും ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് 90 മൈനസ് 45, ദാറ്റ് ഈസ് ഇതും 45 ഡിഗ്രി ആയിരിക്കും. സോ ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ട്രിഗ്നോമെട്രിക് റേഷ്യോ യൂസ് ചെയ്തിട്ട് tan 45 degree is equal to BC by AB. AB എന്ന് പറയുന്നത് 7 ആണ്. tan 45 എന്ന് പറയുന്നത് 1 ആണ്. അതായത് 1 equal to BC by 7 and we get BC is equal to 7 meter. So BC നമുക്കിവിടെ 7 എന്ന് കിട്ടി. That is AD is equal to BC is equal to 7 എന്ന് നമുക്ക് ലഭിച്ചു. സോ എ ഡിയും ബി സി ഈക്വൽ ആയതുകൊണ്ട് തന്നെ എ ഡി ഇവിടെ 7 എന്ന് കിട്ടി. ആൻഡ് സി ഡി നമുക്ക് ഓൾറെഡി അറിയാം, കാരണം സി ഡിയും എ ബി ഈക്വൽ ആണ്, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 7. സോ ഇത് 7 ആണ്. ഇനി നമുക്ക് ഇ ഡിയുടെ മെഷർമെൻറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ടവറിൻ്റെ ഹൈറ്റ് സിഇ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം സി ഡി പ്ലസ് ഡി ആണ് ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, സിഇ എന്ന് പറയുന്നത്. സോ നമുക്കിനി ഡി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. സോ കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ. ട്രയാങ്കിൾ എ ഡി ഇയിൽ ആംഗിൾ ഇ എ ഡി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ആ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എ ഡി എന്ന് പറയുന്നത് 7 മീറ്റർ ആണെന്നറിയാം. ഇ ഡി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ വി വിൽ റൈറ്റ് ടാൻ ഓഫ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഡി ഇ ബൈ എ ഡി. ദാറ്റ് ഈസ് ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ്. ദാറ്റ് ഈസ് √3 ഈക്വൽ ടു ഡി ഇ ബൈ എ ഡി ഈസ് 7. സോ ഡി ഇ ഈക്വൽ ടു 7 √3 മീറ്റർ. സോ ഡി എന്ന് പറയുന്നത് 7 √3 ആണ്. അങ്ങനെയാണെങ്കിൽ ടവറിൻ്റെ ഹൈറ്റ് സിഇ എന്ന് പറയുന്നത് 7 പ്ലസ് 7 √3 മീറ്റർ. ദാറ്റ് ഈസ് 7 ഇൻറ്റു 1 പ്ലസ് √3 മീറ്റർ. സോ ഇതാണ് കേബിൾ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 13. As observed from the top of a 75 meter high lighthouse from the sea level, the angles of depression of two ships are 30 degree and 45 degree. If one ship is exactly behind the other on the same side of the lighthouse, find the distance between the two ships. സോ ഒരു 75 മീറ്റർ ഹൈറ്റുള്ള ലൈറ്റ് ഹൗസ് ഉണ്ട്, അതാണ് എ ബി എന്ന് പറയുന്നത്. സോ എ ബിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 75 മീറ്റർ ആണ്. അതുപോലെ 2 ഷിപ്പുണ്ട്, S1 ആൻഡ് S2 ആണ് 2 ഷിപ്പ്. സോ സീ ലെവലിൽ നിന്നും 75 മീറ്റർ ഹൈയിലാണ് ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ് സീ ലെവൽ. സീ ലെവലിലാണല്ലോ ഷിപ്പ് നിൽക്കുന്നത്. സോ ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റാണ് 75 മീറ്റർ എന്ന് നമുക്ക് മനസ്സിലായി. ആദ്യത്തെ ഷിപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. സോ ദിസ് ഈസ് 30 ഡിഗ്രി. ആൻഡ്
next one is 45 degree. So this angle is, the bigger angle is 45 degree. ഈ ലൈറ്റ് ഹൗസും ഷിപ്സും എല്ലാം സെയിം ലൈനിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സീ ലെവലാണ്. എ ബി എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റുമാണ്. സോ എയിൽ നിന്നും ബി ഡിക്ക് ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ ഇ എന്ന് മെൻഷൻ ചെയ്യുന്നു. സോ ഈ എ ഇ ആൻഡ് ബി ഡി എന്ന് പറയുന്നത് പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസിന് അക്രോസ് ആയിട്ടാണ് എ ഡി എന്ന് പറയുന്ന ഡയഗണൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. സിമിലർലി ഇവിടെ ഇ എ സി എന്ന് പറയുന്ന ആംഗിൾ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. ഇത്രയും വാല്യൂസ് ആയപ്പോഴാണ് നമ്മുടെ ഈ ഫിഗർ കംപ്ലീറ്റ് ആയത്. ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഷിപ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 2 ഷിപ്പ് S1 ആൻഡ് S2ൻ്റെ ഡിസ്റ്റൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് സി ഡിയുടെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യണം. എ ബി സിയിൽ ആംഗിൾ സി 45 ഡിഗ്രി ഗിവൺ ആണ്. അതുപോലെ എ ബി സൈഡും നൽകിയിട്ടുണ്ട്. എ ബി സൈഡ് എന്ന് പറഞ്ഞാൽ 75 മീറ്റർ ആണ്. സോ ഇത് രണ്ടും വെച്ചിട്ട് ട്രിഗ്നോമെട്രി യൂസ് ചെയ്ത് നമുക്ക് ബി സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇനി നെക്സ്റ്റ് എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് അതിലൊരു സൈഡ് എ ബിയും ഉണ്ട്, അതുപോലെ ആംഗിൾ ഡിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ഡിയുടെ മെഷർമെൻറ്റും കിട്ടും. ബി ഡിയിൽ നിന്നും ബി സി കുറയ്ക്കുമ്പോൾ നമുക്ക് സി ഡിയുടെ മെഷർമെൻറ്റ് കിട്ടും. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമേ തന്നെ നമുക്ക് ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ സി എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എ ബി ഉണ്ട്, അഡ്ജസൻറ്റ് സൈഡാണ് വേണ്ടത്. സോ tan 45 degree is equal to AB by BC, that is tan 45 എന്ന് പറയുന്ന 1 ആണ്. 1 equal to 75 by BC. So BC is equal to 75 meter എന്ന് ലഭിച്ചു. ബി സിയുടെ ലെങ്ത് 75 മീറ്റർ ആണ്. ഇനി നമുക്ക് എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ എ ബി ഡി ഇവിടെ ആംഗിൾ ഡി 30 ഡിഗ്രി ആണ്. സോ tan 30 ഡിഗ്രി ഈക്വൽ ടു എ ബി ബൈ ബി ഡി. tan 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/√3 ആണ്. 1/√3 ഈക്വൽ ടു എ ബി എന്ന് പറയുന്നത് 75 ആണ്. 75 ബൈ ബി ഡി. Therefore ബി ഡി ഈക്വൽ ടു 75√3 മീറ്റർ. സോ ബി ഡിയുടെ വാല്യൂ 75√3 മീറ്റർ എന്ന് ലഭിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ഡി ആണ്. വി നോ ബി ഡി ഈക്വൽ ടു ബി സി പ്ലസ് സി ഡി. ആൻഡ് വാട്ട് ഈസ് ബി സി? ബി സി ഈസ് 75 മീറ്റർ അല്ലേ? സോ സി ഡി ഈക്വൽ ടു ബി ഡി 75√3 മൈനസ് ബി സി. ബി സി ഈസ് 75. സോ സി ഡി എന്ന് പറയുന്നത് ബി ഡി മൈനസ് ബി സി ആണ്. ബി ഡി 75√3 ആണ് ആൻഡ് ബി സി ഈസ് 75, വിച്ച് ഈസ് ഈക്വൽ ടു 75 ഇൻറ്റു √3 മൈനസ് 1 മീറ്റർ. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഷിപ്സ് എന്ന് പറയുന്നത് 75 ഇൻറ്റു √3 മൈനസ് 1 മീറ്റർ എന്ന് ലഭിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. A 1.2 meter tall girl spots a balloon moving with the wind in a horizontal line at a height of 88.2 meter from the ground. The angle of elevation of the balloon from the eyes of the girl at any instant is 60 degree. After some time, the angle of elevation reduces to 30 degree. Find the distance traveled by the balloon during the interval. So, ഇവിടെ നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒരു ഗേൾ അതിൻ്റെ ഹൈറ്റ് 1.2 മീറ്റർ ആണ്. അത് ഒരു ബലൂൺ കാണുന്നു. ആ കാണുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. സോ ആ സമയത്തുള്ള ബലൂണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 88.2 മീറ്റർ ആണ്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ കുറഞ്ഞ് 30 ഡിഗ്രി ആകുന്നു. പക്ഷേ ഹൊറിസോണ്ടൽ ലൈനിലാണ് ബലൂൺ പോകുന്നത്, അതായത് അതിൻ്റെ ഹൈറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആകുന്നുണ്ടെങ്കിലും ഹൈറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് 88.2 മീറ്ററിൽ തന്നെ നിൽക്കുകയാണ്. സോ ഇവിടെ ഒരു ഫിഗർ നൽകിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച്
എ ബി സി നെയിംസ് കൊടുത്തിട്ടുണ്ട് ഓരോ പോയിൻറ്റ്സിനും. ഇവിടെ സി എഫ് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണ്, കാരണം ഇത് കുട്ടിയുടെ ഹൈറ്റ് ആണ്. സി എഫ് ഈസ് 1.2 മീറ്റർ. ആൻഡ് ഹൈറ്റ് ഓഫ് ദ ബലൂൺ ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്നുമുള്ള ബലൂണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 88.2 മീറ്റർ ആണ്. സി, ഇവിടെ ഞാൻ കുട്ടിയുടെ ഹൈറ്റ് ഈ പോയിന്റ് സിയിൽ നിന്നും ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സി എഫ്, ഡി ജി ആൻഡ് ഇ എച്ച് ഇത് മൂന്നും ഈക്വൽ ആണ്. ഇത് മൂന്നും 1.2 മീറ്റർ ആണ്. അതുപോലെ എ ഡി ആൻഡ് ബി ഇ എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റിൽ നിന്നും ഈ 1.2 കുറയ്ക്കുന്നതാണ്. അതായത് ദിസ് ഈസ് 88.2 മൈനസ് 1.2 ദാറ്റ് ഈസ് 87. അതുപോലെ എ ഡിയും 87 ആണ്. ആൻഡ് ആദ്യം കാണുന്ന ബലൂണിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. രണ്ടാമത് കാണുന്ന ബലൂണിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയുമാണ്. സോ ആംഗിൾ എ സി ഡി ഈസ് 60 ഡിഗ്രി ആൻഡ് ആംഗിൾ ബി സി ഇ ഈസ് 30 ഡിഗ്രി. സോ ഇത്രയും ഫാക്ടേഴ്സ് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബലൂൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്, അതായത് ജി എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ജി എച്ച് ഈസ് ഈക്വൽ ടു ഡി ഇ. സോ ഡി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതിയാവും ജി എച്ചിൻ്റെ വാല്യൂ കിട്ടാനായിട്ട്. സോ ഡി ഫൈൻഡ് ഔട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഡി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ട്രയാങ്കിൾ എ സി ഡി ആണ് കൺസിഡർ ചെയ്യുന്നത്. ട്രയാങ്കിൾ എ സി ഡിയിൽ എ ഡി എന്ന് പറയുന്നത് 87 എന്ന് അറിയാം. അതുപോലെ ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് 60 ഡിഗ്രിയുമാണ്. സോ in triangle ACD, opposite side and adjacent side of angle 60 degree ആണ്. That is tan of 60 degree is equal to AD by CD. And AD is 87 and tan 60 is root 3. So root 3 equal to 87 by CD, which means CD equal to 87 by root 3 meter. Next we have to consider the triangle CBE. CBE എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ആംഗിൾ ബി സി ഇ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അതുപോലെ സൈഡ് ബി എന്ന് പറയുന്നത് 87 ആണ്. സോ വി ക്യാൻ റൈറ്റ് tan of 30 degree is equal to BE divided by CE. And here tan 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/√3 ആണ്, ഈക്വൽ ടു BE is 87 by CE, which means CE equal to 87√3 meter. സോ സിയുടെ വാല്യൂ 87√3 എന്ന് ലഭിച്ചു. നമുക്ക് ഡി ഇ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, കാരണം ഡി ഇ ഈസ് ഈക്വൽ ടു ജി എച്ച് ആണ്. സോ ഫൈനലി ജി എച്ച് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഡി ഇ ഈക്വൽ ടു സിഇ മൈനസ് സി ഡി. ദാറ്റ് ഈസ് 87√3 മൈനസ് 87/√3. equals 87 into √3 minus 1/√3, which is equal to 87 into 2/√3. സോ ഡിനോമിനേറ്ററിൽ നിന്ന് ഞാൻ √3 എലിമിനേറ്റ് ചെയ്യാനായിട്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഐ വിൽ ഗെറ്റ് 58√3 meter. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബലൂൺ ജി എച്ച് ഇസ് ഈക്വൽ ടു 58√3 meter എന്ന് ലഭിച്ചു. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 15. A straight highway leads to the foot of a tower. A man standing at the top of the tower observes a car at an angle of depression of 30 degree, which is approaching the foot of the tower with a uniform speed. 6 seconds later, angle of depression of the car is found to be 60 degree. Find the time taken by car to reach the foot of the tower from this point. സോ ഇതാണ് ഒരു ടവർ എ ബി എന്ന് പറയുന്നത്. ടവറിൻ്റെ മുകളിൽ ഒരാളുണ്ട്, അയാൾ നിന്ന് നോക്കുകയാണ് താഴോട്ട് ഹൈവേയിലോട്ട്. സോ ഇതാണ് ഹൈവേ എന്ന് പറയുന്നത്.
ഹൈവേയിൽ ആദ്യം പോയിന്റ് ഡിയിൽ ഒരു കാറിനെ കാണുന്നു. ആ കാർ എന്ന് പറയുന്നത് യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. സോ അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ജേർണി. സോ ഡിയിൽ ആദ്യം അയാൾ ആ കാറിനെ കാണുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൗണ്ട് ലെവലിന് പാരലലായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ഈ ലൈൻ ഓഫ് സൈറ്റിനും ആ ഹൊറിസോണ്ടലിനും തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇവിടെ. സോ ദാറ്റ് ഈസ് 30 ഡിഗ്രി. സോ ആദ്യം ആ കാറിനെ കാണുമ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരുന്നു. 6 സെക്കൻഡ്സ് ലേറ്റർ, 6 സെക്കൻഡ് കഴിയുമ്പോൾ ആ കാറ് പോയിന്റ് സിയിലെത്തുന്നു. ആ സമയത്തുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. സോ ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി. അതായത് ആംഗിൾ ഇ എ സി ഈസ് 60 ഡിഗ്രി. ഈ രണ്ട് മെഷർമെൻറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഡിയിൽ നിന്നും സിയിൽ എത്താൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡ്സ് ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സിയിൽ നിന്നും ഫുട്ട് ഓഫ് ദ ടവർ, അതായത് ബിയിലേക്ക് എത്താനുള്ള ടൈമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഡിസ്റ്റൻസ് അല്ല, ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് ടൈമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എ ഇ ഈസ് പാരലൽ ടു ബി ഡി, അതുകൊണ്ട് തന്നെ പാരലൽ ലൈൻ അക്രോസ് ആണ് എ ഡി എന്ന് പറയുന്ന ഡയഗണൽ ഉള്ളത്. സോ ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ ആർ ഈക്വൽ. സോ സിൻസ് ദിസ് ഈസ് 30 ഡിഗ്രി, ദിസ് ഈസ് ഓൾസോ 30 ഡിഗ്രി. സിമിലർലി ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് 60 ആണ്, സോ ഇതും 60 ഡിഗ്രി ആണ്. സോ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് വി വിൽ കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് വി വിൽ ടേക്ക് ടാൻ ഓഫ് 60 ഡിഗ്രി. ടാൻ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ ബി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈസ് ബി സി. സോ ടാൻ 60 ഈസ് എ ബി ബൈ ബി സി. വി നോ ടാൻ 60യുടെ വാല്യൂ എന്ന് പറയുന്നത് √3 ആണ്. സോ വി ക്യാൻ റൈറ്റ് √3 ഈക്വൽ ടു എ ബി ബൈ ബി സി ഓർ എ ബി ഈക്വൽ ടു √3 ബി സി എന്ന് എഴുതാം അല്ലേ. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ട്രയാങ്കിൾ എ ബി ഡി കൺസിഡർ ചെയ്യും. എ ബി ഡി ഈ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇൻ ട്രയാങ്കിൾ എ ബി ഡി ഇവിടെ ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. സോ വി ക്യാൻ റൈറ്റ് ടാൻ ഓഫ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു എ ബി ബൈ ബി ഡി. ദാറ്റ് ഈസ് ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. ദാറ്റ് ഈസ് 1/√3 ഈക്വൽ ടു എ ബി ബൈ ബി ഡി. സോ വി വിൽ ഗെറ്റ് എ ബി ഈസ് ഈക്വൽ ടു ബി ഡി ബൈ √3. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 2. സോ ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 ഇവിടെ എ ബി ഈസ് ഈക്വൽ ടു √3 ബി സി എന്ന് കിട്ടി. അതുപോലെ ഇവിടെ എ ബി ഈസ് ഈക്വൽ ടു ബി ഡി ബൈ √3 എന്നും കിട്ടി. രണ്ടിടത്തും രണ്ട് ഇക്വേഷൻസിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്. വിച്ച് മീൻസ് ഈ രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതിക്കൂടെ. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് √3 ബി സി ഈക്വൽ ടു ബി ഡി ബൈ √3. കാരണം ഇത് രണ്ടും ഈക്വൽ ടു എ ബി ആണ്. സോ ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്ത് പുതിയൊരു ഇക്വേഷൻ ഞാൻ എഴുതിയിരിക്കുകയാണ്. ഇതിനെ ഫർദർ സോൾവ് ചെയ്യുമ്പോൾ ഈ √3 അപ്പുറത്ത് കൊണ്ടുപോകാം. √3 × √3 ഈസ് 3. സോ 3 ബി സി ഈക്വൽ ടു ബി ഡി എന്ന് എഴുതി. വാട്ട് ഈസ് ബി ഡി? ബി ഡി ഈസ് ബി സി പ്ലസ് സി ഡി അല്ലേ. സോ ബി ഡിക്ക് പകരം ബി സി പ്ലസ് സി ഡി എന്ന് ഞാൻ എഴുതുകയാണ്. ദാറ്റ് ഈസ് 3 ബി സി ഈക്വൽ ടു ബി സി പ്ലസ് സി ഡി. കാരണം ബി ഡി ഈസ് ബി സി പ്ലസ് സി ഡി. സോ ഈ ബി സി ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ 3 ബി സി മൈനസ് ബി സി ദാറ്റ് ഈസ് 2 ബി സി ഈക്വൽ ടു സി ഡി എന്ന് കിട്ടി. ആൻഡ് ബി സി ഈക്വൽ ടു സി ഡി ബൈ 2. ബി സി അതായത് ഡിസ്റ്റൻസ് ഫ്രം സെക്കൻഡ് പോയിന്റ് ടു ഫുട്ട് ഓഫ് ദ ടവർ. ബി സി എന്ന് പറയുന്നത് സി ഡിയുടെ പകുതിയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഡിയിൽ നിന്നും സി വരെ എത്താനായിട്ട് ഈ കാറ് 6 സെക്കൻഡ്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് യൂണിഫോം സ്പീഡിൽ പോകുന്നൊരു കാറാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. യൂണിഫോം സ്പീഡിൽ പോകുന്നൊരു കാറ്
ഡിയിൽ നിന്നും സി വരെ വരാനായിട്ട് 6 സെക്കൻഡ്സ് എടുത്തുവെങ്കിൽ അതിൻ്റെ പകുതി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് 6ൻ്റെ പകുതി ടൈം മതിയാവും അല്ലേ? സോ സി ടു ബി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എത്ര സെക്കൻഡ്സ് മതിയാവും? 6/2 = 3 സെക്കൻഡ്സ് മതിയാകും. സോ ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ഇവിടെ നമുക്ക് ടൈം ട്രാവൽ ബൈ ദ കാർ ഫ്രം സി ടു ബി ഫുട്ട് ഓഫ് ദ ടവർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഡിയിൽ നിന്നും സി വരെ ട്രാവൽ ചെയ്യാനായിട്ട് 6 സെക്കൻഡ്സ് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ യൂണിഫോം സ്പീഡിൽ പോകുന്ന ഒരു കാറിന് അതിൻ്റെ പകുതി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് 6/2 which is 3 seconds. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16 എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ആംഗിൾസ് പോർഷൻസിൽ വരുന്നതാണ്. 2021 മാർച്ചിൽ എക്സാം എഴുതുന്ന കുട്ടികളുടെ പോർഷൻസിൽ നിന്നും ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുന്നതല്ല. എനിവേ ഞാനിത് സോൾവ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 ഈസ് ദി ആംഗിൾസ് ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ടവർ ഫ്രം 2 points at a distance of 4 meter and 9 meter from the base of the tower and in the same straight line with it are complementary. Prove that the height of the tower is 6 meter. പിന്നെ കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുന്നത് രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടുന്നതാണ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ടവർ ഉണ്ട്, എ ബി ആണ് ടവർ എന്ന് പറയുന്നത്. സോ എ ബിയുടെ ഫുട്ടിൽ നിന്നും അതായത് പോയിന്റ് ബിയിൽ നിന്നും 4 meter and 9 meter എവയുള്ള 2 പോയിന്റ്സ്, അതാണ് സി ആൻഡ് ഡി. സോ ബി സി എന്ന് പറയുന്നത് 4 മീറ്ററും ബി ഡി എന്ന് പറയുന്നത് 9 മീറ്ററുമാണ്. ഇവിടെ പോയിന്റ് സിയിൽ നിന്നും ഡിയിൽ നിന്നുമുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ കോംപ്ലിമെൻ്ററി ആണെന്നാണ് പറയുന്നത്. അതായത് സിയിൽ നിന്നും എയിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിയിൽ നിന്നും എയിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 90 - x ആയിരിക്കും. ബിക്കോസ് ദീസ് 2 ആംഗിൾസ് ആർ കോംപ്ലിമെൻ്ററി. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് ആകെ നൽകിയിട്ടുള്ളത്. നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഹൈറ്റ് ഓഫ് ദ ടവർ, അതായത് എ ബി എന്ന് പറയുന്നത് 6 മീറ്റർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യാം. ഇവിടെ ഞാൻ ആംഗിൾ സി എന്ന് പറയുന്നത് എക്സ് എന്ന് കൊടുക്കുകയാണ്, എക്സ് ഡിഗ്രി, ആൻഡ് ബി സി എന്ന് പറയുന്നത് 4 മീറ്റർ എന്നുമുണ്ട്. സോ ഇൻ ട്രയാങ്കിൾ എ ബി സി tan x degree equal to AB by BC. BC 4 ആണ്, x നമുക്ക് അറിയത്തില്ല. സോ വി ക്യാൻ റൈറ്റ് AB equal to 4 tan x. Let this be equation 1. ഇനി നമുക്ക് ട്രയാങ്കിൾ എ ബി ഡി കൺസിഡർ ചെയ്യാം. സോ ഇൻ ട്രയാങ്കിൾ എ ബി ഡി ഇവിടെ ആംഗിൾ ഡി എന്ന് പറയുന്നത് 90 - x ആണ്. സോ tan ഓഫ് 90 - x ഡിഗ്രി ഈക്വൽ ടു എ ബി ബൈ ബി ഡി ആണ്. കോംപ്ലിമെൻ്ററി ആംഗിൾസ് പോർഷനിൽ നമ്മൾ പഠിച്ചതാണ് tan ഓഫ് 90 - x ഈസ് ഈക്വൽ ടു cot x. സോ cot x ഈക്വൽ ടു എ ബി ബൈ 9. ബി ഡി എന്ന് പറയുന്നത് 9 ആണ്, വിച്ച് മീൻസ് എ ബി ഈക്വൽ ടു 9 cot x. Let this be equation 2. From equation 1 and 2, ഇവിടെ equation 1 എന്താണ്? എ ബി ഈക്വൽ ടു 4 tan x ആണ്, 2 എ ബി ഈസ് ഈക്വൽ ടു 9 cot x ആണ്. Let us multiply these two. So എ ബി ഇൻറ്റു എ ബി എന്ന് പറയുന്നത് എ ബി സ്ക്വയർ ഈക്വൽ ടു 4 tan x into 9 cot x എന്ന് വന്നു. We know 1/tan x ആണ് cot x എന്ന് പറയുന്നത്. So we can write this as 9 into 4 is 36 tan x by cot x is 1/tan x by tan x. So we can cancel these two. So AB square is 36 എന്ന് കിട്ടി. And AB equal to square root of 36 ആണ്. We know square root എടുക്കുമ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് വാല്യൂസ് ലഭിക്കും അല്ലേ?
വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6 എന്ന് കിട്ടി. എ ബി എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് എ ടവർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടില്ല. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു 6 meter. Hence we proved that the height of the tower is 6 meter. So some applications of trigonometry എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.